ദില്ലി പോലീസിന് തിരിച്ചടിയായ എസ്എഫ്ഐ നേതാവ് ഐഷി ഘോഷിനെതിരായ ജാമ്യമില്ലാ വാറന്റ് കോടതി സ്റ്റേ ചെയ്തു. ദില്ലി പട്യാല കോടതിയുടേതാണ് നടപടി. അടുത്ത ഹിയറിംഗ് നടക്കുന്ന നാളെ വരെയാണ് സ്റ്റേ. ഓൺലൈനായി ഐഷി ഘോഷ് ഇന്ന് കോടതിയിൽ ഹാജരായത്. നാളെയാണ് ഐഷിയുടെ കേസ് പരിഗണിക്കാനിരിക്കുന്നത്. സ്വാഭാവികമായും ഡൽഹി പോലീസിനോട് ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞതാണ് ഇന്ന് രാവിലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള NBW ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ മൂവ് ചെയ്യുമെന്ന് ഐഷി തന്നെ പോലീസിനെ അറിയിച്ചിട്ടുള്ളതായിരുന്നു. ഞങ്ങൾ ഏതായാലും ഐഷി പറഞ്ഞതുപോലെ തന്നെ ഇന്ന് രാവിലെ ആപ്ലിക്കേഷൻ മൂവ് ചെയ്തു. ഇന്ന് കോടതി ഉച്ചയ്ക്ക് ശേഷം അത് കേട്ടു. കോടതി നാളെ അത് ഐഷിയുടെ കേസ് പരിഗണിക്കുന്നത് വരെ സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ഇനി അറസ്റ്റ് ഉണ്ടാകാൻ പാടില്ല. നാളെ ഈ കേസ് പരിഗണിക്കുന്നവരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. സാങ്കേതികമായി ചില കാരണങ്ങൾ കൊണ്ട് ഹാജരാകാതെ പോയതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു NBW ഇഷ്യൂ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ വേണ്ടി ഡൽഹി പോലീസ് ശ്രമിച്ചപ്പോൾ നിയമപരമായി നേരിടാനാണ് ഞങ്ങൾ തയ്യാറായത്. YS അഭിനന്ദാണ് ചേരുന്നത്. വിശദാംശങ്ങളുമായി അഭിനന്ദ്, CPM-ന്റെ ആസ്ഥാനത്ത് വരെ കയറി അറസ്റ്റ് ചെയ്തേക്കാം എന്ന നിലയിലേക്ക് ദില്ലി പോലീസ് കാര്യങ്ങൾ എത്തിച്ചിരുന്നു. അതിലെ പ്രതിഷേധം നമ്മൾ കാണുകയാണ്. ഇപ്പോഴും രാജ്യവ്യാപകമായ പ്രതിഷേധങ്ങളുണ്ട്. അതിനിടയിലാണ് കോടതിയിൽ നിന്ന് പോലീസിന് തിരിച്ചടിയാകുന്ന തീരുമാനം വരുന്നത്. വിശദാംശങ്ങൾ എന്താണ്? വിനിത, ദില്ലി പോലീസിന് വൻ തിരിച്ചടി തന്നെയാണ് പാട്യാല ഹൗസ് കോടതിയിൽ നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഐഷി ഘോഷിന്റെ അറസ്റ്റ് വാറണ്ട് സ്റ്റേ ചെയ്തിരിക്കുകയാണ് ദില്ലി പാട്യാല ഹൗസ് കോടതി. വിജയശ്രീ റാത്തൂർ എന്ന ജഡ്ജിക്ക് മുന്നിലായിരുന്നു ഐഷി ഘോഷിന്റെ ഹർജി വന്നത്. അറസ്റ്റ് വാറണ്ട് തടയണമെന്നാവശ്യപ്പെട്ടാണ് ഐഷി ഘോഷ് ഇന്ന് ഉച്ചയോടുകൂടി ദില്ലി പാട്യാല ഹൗസ് കോടതിയെ സമീപിക്കുന്ന. ഒപ്പം തന്നെ ഇത് അടിയന്തര പ്രാധാന്യത്തോടുകൂടി വിഷയം പരിഗണിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെയാണ് ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ഈ കേസെടുക്കാനുള്ള തീരുമാനത്തിലേക്ക് ദില്ലി പാട്യാല ഹൗസ് കോടതി എത്തുകയും ചെയ്തത്. ഐഷി ഘോഷിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് KN ജയശങ്കർ, സുഭാഷ് ചന്ദ്രൻ, ജെയ്മോൻ ആൻഡ്രൂസ് എന്നീ അഭിഭാഷകർ ഹാജരായി. അവർ പ്രധാനമായും ഉയർത്തിക്കാണിച്ചത് ഇതിന് നടപടികളെല്ലാം പുരോഗമിക്കുകയാണ്. 2021 രജിസ്റ്റർ ചെയ്ത കേസ്, അതിനുശേഷമുള്ള ഹിയറിങ്ങുകളെല്ലാം തന്നെ ഐഷി ഘോഷ് ഹാജരായിരുന്നു. ഒരു ഹിയറിംഗിൽ മാത്രമാണ് പങ്കെടുക്കാതിരുന്നത്. സാങ്കേതികമായ ചില തകരാറുകളാണ് ഇത്തരത്തിൽ രാഷ്ട്രീയ പ്രേരിതമായ ഒരു വിഷയമായി ദില്ലി പോലീസ് മാറ്റിയെന്നടക്കം അഭിഭാഷകർ ചോദിച്ചു. അങ്ങനെയാണ് ഈ കോടതി ഇത് അറസ്റ്റ് വാറണ്ട് സ്റ്റേ ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. നാളെ വരെ ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തു. നാളെയാണ് ഹിയറിംഗിനുള്ള തീയതി. നാളെ വന്ന് കൃത്യമായി കാര്യങ്ങൾ പറയും. ഐഷി ഘോഷിനെ നേരിട്ട് ഹാജരാക്കണമെന്നും കോടതി പറഞ്ഞു. അത് അഭിഭാഷകർ അംഗീകരിക്കുകയും ചെയ്തു. ഇന്ന് ഓൺലൈനായാണ് ഐഷി ഘോഷ് ഹാജരായത്. ഒപ്പം തന്നെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് കോടതിയോട് അഭിഭാഷകർ വ്യക്തമാക്കി. ഐഷി ഘോഷിനോടും കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. നാളെ ഓൺലൈനായി അല്ല, നേരിട്ട് വന്ന് ഹാജരാകാൻ സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെയാണ് അറസ്റ്റ് വാറണ്ട് സ്റ്റേ ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക്. അതായത് ഇന്നലെ വൈകുന്നേരം ഈ സമയത്തോടു കൂടിയാണ് ദില്ലി പോലീസിന്റെ ഒരു സംഘം തന്നെ AKG ഭവനിൽ എത്തുകയും ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയതും. അപ്പോൾ കയ്യിലുണ്ടായിരുന്ന ഒരു വാറണ്ട് ആയിരുന്നു. ആ വാറണ്ട് പൂർണ്ണമായും സ്റ്റേ ചെയ്തിരിക്കുകയാണ്. നാളെ ഹിയറിംഗിന് വരുന്ന സമയം വരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് അറിയിക്കുന്നു. ഇപ്പോൾ ദില്ലി AKG ഭവനിൽ നിന്നും സുർജിത് ഭവനിലേക്ക് ഐഷി ഘോഷ് പോയിരിക്കുകയാണ്. SFI അഖിലേന്ത്യാ പ്രസിഡന്റ് ആദർശം സജീം ഒപ്പം ഉണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഒരു വാർത്താ സമ്മേളനവും ഉണ്ടാകും. ശരി, YS അഭിനന്ദ് വിശദാംശങ്ങൾ നൽകുകയും നമുക്ക് ഐഷി ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണത്തിലേക്ക് കൂടി പോകണം. ഏതായാലും നാളെ വരെ അറസ്റ്റ് ചെയ്യരുത് എന്നതാണ് കോടതിയുടെ, പട്യാല ഹൗസ് കോടതിയുടെ നിലപാട്.